സമദൂരമാണോ ശരിദൂരമാണോ ശരിയെന്ന് ചോദിച്ചാൽ ഞാൻ ശരിദൂരമാണ് ശരിയെന്ന് പറയുന്ന ഒരാളാണ്. കാരണം സമദൂരത്തിൻ്റെ അർത്ഥം എന്താ? എല്ലാവരോടും സമഭാവനയോടുകൂടി പോകുക എന്നുള്ള അർത്ഥത്തിലല്ലേ? അവിടെ ഒരു ശരിയുണ്ടെങ്കിൽ ആ ശരീനെ മാറ്റി വെച്ചിട്ട് സമദൂരത്തിൽ പോകണമെന്നുണ്ടോ? അങ്ങനെയില്ലല്ലോ. അപ്പോൾ ശരിദൂരത്തിലല്ലേ പോകണ്ടേ? ഞാൻ പറയാം എല്ലാം ഈക്വലാണ്. ഇപ്പോൾ കോൺഗ്രസും BJP CPM ഒക്കെ ഈക്വലാണെങ്കിൽ നമുക്ക് സമദൂരമൊക്കെ എടുത്തിട്ട് പോകാം. കാരണം എല്ലായിടത്തുനിന്നും ഒരേ അനുഭവമാണല്ലോ കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ആ രണ്ട് വിഭാഗം ഇല്ല. ഇപ്പോൾ ഒരു ശരിദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ശരിദൂരം എടുത്തിട്ട് പോകുക എന്നുള്ളതാണ് സുകുമാരൻ നായർ ചെയ്യുന്നതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാൻ പറയാം, ശബരിമല ആയി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, ഈ ചർച്ചകൾ മുഴുവൻ ഉണ്ടായത്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ശരിദൂരത്തിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരണം തോന്നിയാലോ? അപ്പോൾ ശരി പോയാൽ അവിടെ അങ്ങനെയാണ് നിർത്തിയിട്ടത്. താക്കോൽ സ്ഥാനം ഏതായാലും ശരിയാണല്ലോ, ഏതെങ്കിലും ശരിയിലേക്കാണോ ഞാൻ ചോദിക്കുന്നത്? താക്കോൽ സ്ഥാനത്തിനൊക്കെ തീരുമാനം എടുത്തത് എങ്ങനെയാ? അതാണ് ശരിദൂരത്തിൽ കൂടെ പോകുമായിരുന്നു. അവിടെ ചെന്നപ്പം ഇതാണ് അവസ്ഥ എന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ഇട്ടിട്ട് പോകുന്നു. ഇപ്പം ആ ശരിദൂരം വിട്ടിട്ട് നല്ല ശരിദൂരത്തിൽ കൂടെ പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും നാളും ശരിദൂരത്തിന് കൂടെ വന്നിട്ടില്ലല്ലോ. ഇപ്പം നല്ല ശരിദൂരം ഇതാണെന്ന് മനസ്സിലാക്കുന്നു, അതിൻ്റെ ഒപ്പം വരിക എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞു ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. അപ്പം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പ്രശ്നം. ശബരിമലയിൽ എന്താണ് NSSന് അനുകൂലിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ കാലയളവിൽ. അതിനവർ അംഗീകരിച്ചിട്ടില്ല, ശക്തമായി സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടും വലിയ രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ എന്തായാലും അതിനെതിരെ ഒരു വികാരം ഉണ്ടാവുമല്ലോ. കാരണം NSSൽ CPM മാത്രമല്ലല്ലോ ഉള്ളത്, അവിടെ BJPക്കാരും കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടെ അവരൊപ്പം നിന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തിൻ്റെ അകത്ത് നിന്ന് വേറൊരു ലെവലിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഈ ശരിദൂരത്തിനൊപ്പം പോകാതിരിക്കാൻ സുകുമാരൻ നായർ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ അതിന് മുന്നേ പോയേ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു സംഘടനകളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് SNDP കൂടെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് NSS കൂടെ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഹിന്ദു സംഘടനയുടെ പേരെന്ന് പറയാമോ ആരെങ്കിലും? ഈ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ BJPന്റെ കൂടെ നിൽക്കുന്ന ഹിന്ദു സംഘടനയുടെ പേര് പറയാവോ? രാഷ്ട്രീയ പാർട്ടികൾ ഹിന്ദു സംഘടനകളെ ഒക്കെ പറയുമല്ലോ. ഇത്രയും നാളും അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും നാൾ നേരെ തിരിച്ചല്ലേ. CPMന്റെ കൂടെ ഏത് ഹിന്ദു സംഘടനയുള്ളതെന്ന് ചോദിച്ച പാർട്ടികളുണ്ടല്ലോ. ഇപ്പം എന്തേ അതൊന്നും പറയാത്ത? ഇപ്പം പറയുന്നത് എന്താ? ഇപ്പം പറയുന്നത് എന്തോ ഒരു അപരാധം ചെയ്ത പോലെയാണ്. അങ്ങനെയല്ലാന്ന്. കഴിഞ്ഞ 9 വർഷമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിലില്ല. ശബരിമലയിലെ വിഷയം ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ നിന്ന് ആ കാര്യത്തിൻ്റെക്കാളും 5 ഇരട്ടി അപ്പുറം മാറ്റങ്ങൾ ശബരിമലയ്ക്ക് വരുത്താൻ വേണ്ടിയുള്ള ഗുണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനൊപ്പം ഇപ്പോൾ എന്താണ് NSSനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുകുമാരൻ നായർ ഇപ്പോൾ എന്ത് നിലപാടാണ് ഈ കാര്യത്തൊക്കെ സ്വീകരിക്കേണ്ടത്? സർക്കാരിന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണോ? അല്ലെങ്കിൽ പിണറായി വിജയനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണോ? അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമല വികസനമൊന്നും വേണ്ടാന്ന് പറയണോ? ഏത് നിലപാടാണ് സ്വീകരിക്കാമെന്നേ? അപ്പോൾ ഞാൻ ഇന്നലത്തെ മിനിഞ്ഞാന്ത മീറ്റ് പറഞ്ഞല്ലോ, എന്താണ് ഈ പറയുന്ന ഒരു ലൈസൺ ഓഫീസർമാരുടെ ലൈസൺ നേതാക്കന്മാരുടെ ഒരു വലിയ അഭാവം ഈ കോൺഗ്രസിലും BJPയിലും ഉണ്ട്. NSSുമായിട്ട് ലൈസൺ വർക്ക് കിടക്കുന്നത് ആരാ ഇറങ്ങുന്നത് അറിയോ? ഇന്നലെ BJPയിൽ ഇറങ്ങി. ആരാ? പഴയ NSSുമായി ലൈസണിങ് നടത്തിക്കൊണ്ടിരുന്ന ആളെ സൈഡ് ചെയ്ത് മൂവ് ചെയ്താൽ. കാരണം ഒരു പഞ്ചായത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്തല്ല ജില്ലാ നേതാവിനെ മാറ്റിയെന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ചോദ്യം ചെയ്യുന്നതിന് അവിടെ പോയി വീട്ടിൽ പ്രായമായില്ലേ, വീട്ടിലിരുന്നോളാം പറഞ്ഞ ആളുടെ പേര് PJ കുര്യൻ. കോൺഗ്രസിൻ്റെ ഏത് തലമുതിർന്ന ഇപ്പം എന്താണ് നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ ശാസിക്കുകയായിരുന്നു. കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചില്ല, കോൺഗ്രസ് അല്ലേ നിങ്ങൾക്ക് എല്ലാം തന്നെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി മൂലയ്ക്ക് ഇരുത്തിയ ആൾ ഇപ്പോൾ ലൈസൻസ് വർക്കിന് ഇറങ്ങേണ്ടി വരികയാണ്. അദ്ദേഹം വന്നിട്ട് NSS വേറെ ഒരു നേതാവിനെ അങ്ങോട്ട് പോയി കാണാൻ കഴിയുന്നില്ലല്ലോ. എന്താ കാണാൻ കഴിയാത്തത്? ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറി എന്താണ് കോൺഗ്രസ് നേതാക്കന്മാർ കാണാൻ കഴിയാത്തത്? കാണാൻ കഴിയാത്തതിന് കാരണം അവരുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ്. ഇതേ അവസ്ഥയാണ് SNDPയിൽ നടക്കുന്നത്. അവിടെ പോയി സംസാരിക്കാനുള്ള ബന്ധമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും KM മാണിയുടെ കാലത്തൊക്കെയാണ് ഇവരോട് വലിയ രീതിയിൽ ബന്ധം പുലർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ശ്രീദേവിടെ നേരത്തെ പറഞ്ഞല്ലോ, മന്നത്ത് പത്മനാഭൻ പിന്നെ അവർ ലീഗുമായിട്ട് വരെ സഹകരിച്ചുകൊണ്ട് പോയിരുന്ന കാലമുണ്ട്. ലീഗുമായിട്ട് അത് കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുപോലും ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് അതോടുകൂടി എന്താ സംഭവിക്കാമെന്നറിയോ? ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് മുക്ത കേരളം അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി സ്വന്തം വിചാരിക്കാതെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഞാൻ നശിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ നശിക്കാൻ ഒരു പാർട്ടി നശിക്കാൻ തീരുമാനിച്ചാൽ സ്വന്തം നശിക്കാൻ തീരുമാനിക്കുക അല്ലാതെ ഒരാളും തകർക്കാം അല്ലെങ്കിൽ തകർത്തെടുത്ത് കളയാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ശക്തമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് എന്താ പേടിക്കാനുള്ളത്? അപ്പോൾ അത് പേടിക്കുന്ന ആ സംവിധാനത്തെ തടയാനുള്ള ശേഷി ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് നമുക്ക് പറയാം, കേരളത്തിൽ BJPക്ക് വലിയ രീതിയിൽ ഇൻട്രോഡ് ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ് ഇപ്പം
ഇൻട്രോഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹിന്ദു സംഘടനകളിലും ഹിന്ദു ആചാരമായി മുന്നോട്ട് പോകുന്ന അണികളിലൊക്കെ ജനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇൻട്രോഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇൻട്രോഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അത് ഇൻട്രോഡ് ഉണ്ടാക്കുന്നത് കോൺഗ്രസ് തകരുമ്പോഴാണ്. കോൺഗ്രസ് തകരുന്നുള്ളതാണ്. ഞാൻ പറയുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി MP ജയിച്ചു പറയുന്നു, തോക്കുന്നത് അവിടെ ആരാ? കോൺഗ്രസിൻ്റെ MP അപ്പോൾ ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ 9 വർഷമായി, 10ാമത്തെ വർഷം പഞ്ചായത്ത് ഇലക്ഷന് 2 മാസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ 2 മാസത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാ? പ്രതിപക്ഷ പാർട്ടികളല്ലേ. എന്തെങ്കിലും ചെയ്യപ്പെടാൻ കഴിയുന്നുണ്ടോ? ഒന്നും ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്നില്ല. ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്ന സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ പദ്ധതികളെയും സപ്പോർട്ട് ചെയ്യാല്ലാതെ വേറെ നിവൃത്തിയില്ലാതെ വരികയാണ്. കാരണം ഇതിന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തണ്ടേ? കുറ്റം പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ. അതിനെങ്ങനെ പ്ലാനിങ്ങും ഇല്ല. അങ്ങനെ ഒരു സംവിധാനം. ഇനി 60 ദിവസമുണ്ട്. 60 ദിവസത്തിനുള്ളിൽ എത്ര നേതൃയോഗങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്? BJPയിൽ കുറച്ചും കൂടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് ഒട്ടും നടക്കുന്നില്ല. കാരണം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. കാരണം 60 ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു കേരളം മുഴുവൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഒന്നും അതിനെക്കുറിച്ച് പ്ലാനിങ് ഇല്ല, അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം ഇനി എന്താ പറയാൻ പറ്റുക? ഇനി പറയാൻ പറ്റുന്നത്, ഇനി ആ സമയത്ത് പോയിട്ട് മത നേതാക്കന്മാരെയും മതപണ്ഡിതന്മാരെയും എല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന വോട്ടും കൂടെ കിട്ടാതാവുമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയില്ലേ, കോൺഗ്രസിന് ഒരു സ്ഥലത്ത് പാളി. എവിടെയാണ് പാടിയത്? ഈ പറഞ്ഞ ശബരിമല ഈ പ്രോഗ്രാം നടത്തിയല്ലോ, അയ്യപ്പ സംഗമം നടത്തിയല്ലോ. അവിടെ കോൺഗ്രസ് സർക്കാരിൻ്റെ കൂടെ നിന്ന് അയ്യപ്പ സംഗമത്തിന് സ്ട്രോങ് ആയിട്ട് അനുകൂലിക്കണമായിരുന്നു. അനുകൂലിച്ചാൽ പറയായിരുന്നു എന്താണ്, ഇത് നിങ്ങൾ നശിപ്പിച്ചതല്ലേ, നിങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയണമായിരുന്നു. അത് എന്തിനാ വിട്ടു നിന്നേ? അനുകൂലിക്കുകയാണോ വിട്ടു നിൽക്കുകയാണോ? ഇവരുടെ കയ്യിൽ എന്താ ന്യായമില്ല. പറഞ്ഞത് ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ പരിഹാസ്യനാകുമായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഞാൻ അങ്ങോട്ട് പോയി സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അപ്പോൾ അതിനൊന്നും മറുപടിയില്ല. ആ മറുപടി ഇല്ലാത്തതിന് കാരണം എന്താ? ഒരു മതപണ്ഡിതൻ വിളിച്ച് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ NSS പോലെ SNDP പോലെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ നിലപാടില്ലാന്ന്. ശബരിമലയുടെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താ വെച്ചാൽ നിലപാടില്ല എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണ്? ഇവർക്ക് കിട്ടുന്ന നിലപാട് വേണ്ട, വിശ്വാസികളുടെ കൂടെ നിന്നുള്ള നിലപാട് വേണ്ടേ? അപ്പോൾ അതിന് പറയുന്നത് 2016 അങ്ങനെ സംഭവിച്ചില്ലേ, 2018 ഇങ്ങനെ സംഭവിച്ചില്ലേ എന്നുള്ളതല്ല, 2025 എങ്ങനെ സംഭവിക്കുന്ന ജനങ്ങൾ നോക്കുന്നതെന്നേ. ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ 2016 1999 മുതലുള്ള രജിസ്റ്ററാണ്. UDFന്റെ കാലത്തെയും LDFന്റെ കാലത്തെയും രജിസ്റ്റർ എഴുതി വെച്ചിട്ടില്ല. രജിസ്റ്ററുടെ കാര്യം മാത്രമാണോ പറഞ്ഞത്? പിന്നെ ഏതാ കാര്യം വിഷയം? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഇപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെട്ടില്ലേ, സ്വർണം അടിച്ചു മാറ്റി എന്ന് പ്രതിപക്ഷം ആരോപിച്ചത് എന്തർത്ഥത്തിലാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിങ്ങൾ കള്ളനാക്കിയത്? നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് പ്രതിപക്ഷം കള്ളനാക്കിയത് ആരാ? വിരമിച്ച ജഡ്ജിയെ ഏൽപ്പിച്ച എന്തിനാണാവോ? മൊത്തം 99 മുതലുള്ള ഡോക്യുമെന്റിന്റെ രജിസ്ട്രേഷൻ പക്കയല്ല. വിരമിച്ച ജഡ്ജി ഇപ്പൊ നോക്കി പരിശോധിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എപ്പോഴാണ് ഈ 99 മുതലുള്ള കണക്കെടുക്കാൻ തീരുമാനിക്കുന്നത്? ഇപ്പോഴാണ്. നോക്കൂ, അതിൽ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു പല ഡോക്യുമെന്റും കൃത്യമല്ലെന്ന്. ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു മുൻകാലങ്ങളിൽ കൃത്യമല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ന് ഹൈക്കോടതി പറഞ്ഞത്. വിരമിച്ച ജഡ്ജിയെ നിയമിച്ചിരിക്കുന്നത് 4.5 കിലോ പോയ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ പീഠത്തിന്റെ കാര്യത്തിലും ആരാണ് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ. അതാണ്. അപ്പൊ എവിടെ പ്രതിപക്ഷം എന്താ ചോദിച്ചത്? അടിച്ചുകൊണ്ട് പോയത് ആരാണെന്ന്? അതാണ് കോടതിയിൽ വിമർശനം ഉന്നയിച്ചാൽ പോലും ഇവിടെ പ്രതിപക്ഷം ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇതാണോ ചോദ്യം? തരും. അപ്പൊ പ്രതിപക്ഷം എന്നുള്ളതാണ് പ്രശ്നം. ചോദ്യം ചോദിക്കണ്ടേ? ചോദ്യം ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറുപടി അത് വേണം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മറുപടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യമല്ല. നമ്മളൊരു ചോദ്യം ചോദിക്കണം, എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ? അത്രയും അറിഞ്ഞാൽ മതി. അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് തൊട്ടും തൊടാതെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ. ഇപ്പോൾ ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ NSSൻ്റെ കൂടെയാണോ കൂടെ അല്ലെന്ന് ചോദിച്ചാൽ NSSനെ തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റുന്നില്ല. പിന്നെ ശരിദൂരാണോ തെറ്റുദൂരാണോ പിന്നെ സമദൂരാണോ ഒക്കെ ചർച്ച ചെയ്ത് നടക്കുകയാണ്. നിലപാടെടുത്ത് മുന്നോട്ട് പോകണമെന്നേ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നിലപാട് സ്വീകരിച്ചല്ലോ, ഇവിടെ എന്താ നിലപാട് സ്വീകരിക്കാത്ത? വലിയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നല്ലോ. NSSൻ്റെ കാര്യത്തിൽ എന്താ നിലപാട് സ്വീകരിക്കാത്തത്? കാരണം എന്താ അറിയോ? ഇത്രയും നാൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളിപ്പോൾ ഇല്ല, പോവുകയാണ്. അപ്പോൾ അതിനെന്താ അറിയോ? ഇപ്പോൾ SNDPനോട് എടുത്ത നിലപാട് ഇതിപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. അവിടെ SNDPനോട് സംസാരിച്ചാൽ എന്താണ്? മകനിതാ BJPൻ്റെ ഭാഗം, അച്ഛനിതാ CPMൻ്റെ ഭാഗം, അതുകൊണ്ട് അവർ CPM നിലപാടേ സ്വീകരിക്കുകയുള്ളൂ. അവിടെ ഈഴവരിൽ 80% എന്താണ് CPM അനുഭാവികളാണ്, അതുകൊണ്ട് അവർ CPM നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. NSSൽ വന്ന ഈ വർത്താനൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ? ഭൂരിഭാഗം ആൾക്കാരും കോൺഗ്രസിന് അനുകൂല ആൾക്കാരായിരുന്നു ഇതുവരെ. അവരാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റില്ല. ആൾ ശരി ദൂരത്തിൻ്റെ ഭാഗമായിട്ട് പോവുകയും ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ,
എന്താ സുജിയ? ഇല്ല കേൾക്കുക. ആ, അപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. NSSൻ്റെ കാര്യത്തിൻ്റെ അകത്ത് NSS ശരിദൂരത്തിൻ്റെ ഭാഗമാണ്, ശരിദൂരമായി മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ശരിദൂരം അല്ല എന്ന് പറയേണ്ട പാർട്ടി BJPയും കോൺഗ്രസുമാണ്. അതിന് പകരം 22 പേരെ കൊണ്ടൊന്നും ഗണേഷ് കുമാർ പറഞ്ഞ പോലെ പിന്നെന്താണ് മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ടോ കട്ടപ്പേൻ്റെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടോ മാത്രം മതിയാവില്ല. കാരണം മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഗണേഷ് കുമാർ കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് പുള്ളി ക്ലാരിറ്റിയോടുകൂടി പറയുന്നത് എവിടുന്നാണ് പ്രിൻ്റ് അടിച്ചതെന്നും 250 രൂപ മതി 10 പേർക്ക് ഒന്നിച്ച് പ്രിൻ്റ് അടിച്ചിട്ട് എല്ലായിടത്തും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിച്ചോ എന്ന് പറഞ്ഞു. സിംഗിൾ പ്രിൻ്റ് ചെയ്ത് വന്ന കോപ്പിയാണ്. എല്ലാം കട്ടപ്പയും സെയിം കണ്ടന്റുമാണ്. മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് നിന്ന് ഒരു മിനിറ്റ് ഒരു പ്രിന്റിംഗ് ഓഫീസിൽ നിന്ന് ഒന്നിച്ച് പ്രിൻ്റ് എടുക്കുന്നു, എന്നിട്ട് എല്ലായിടത്തും കൊണ്ട് ഇത് ഒട്ടിച്ചോ എന്ന് പറയുന്ന അവസ്ഥയേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറം ഒന്നും ഇല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. Meet the editors.